നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. പത്തനംതിട്ട കോന്നി പാറമട ദുരന്തത്തിൽ കുടുങ്ങിക്കിടന്ന രണ്ടാമത്തെ ആളുടെയും മൃതദേഹം കണ്ടെത്തി. ബീഹാർ സ്വദേശി അജയ് റായുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. 2 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഒരാളുടെ മൃതദേഹം നേരത്തെ കണ്ടെത്തിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നയങ്ങൾക്കെതിരെ ഇന്ന് അർദ്ധരാത്രി മുതൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ദേശീയ പണിമുടക്ക്. നാളത്തെ പരീക്ഷകൾ മാറ്റി കണ്ണൂർ, കാലിക്കറ്റ്, MG, കേരള സർവകലാശാലകൾ. സമരത്തെ നേരിടാൻ ഡയസ് നോൺ പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സമരം പൂർണ്ണം. സമരമെന്നറിയാതെ എത്തിയവരും ദീർഘദൂര യാത്രക്കാരും പ്രതിസന്ധിയിലായി. അതേസമയം സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യങ്ങൾ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ തള്ളി. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒഴിവാക്കാൻ സാധിക്കില്ലെന്ന് മന്ത്രി. യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം 16 നടപ്പാക്കും. വധശിക്ഷ നടപ്പാക്കുക യമനിലെ ജയിലിൽ. ഇത് സംബന്ധിച്ച നോട്ടീസ് പബ്ലിക് പ്രോസിക്യൂട്ടർ ജയിൽ അധികൃതർക്ക് കൈമാറി. കൊച്ചി അമ്പലമുകൾ BPCLലെ ഭൂഗർഭ ഹൈടെൻഷൻ കേബിളിന് തീപിടിച്ചു. 5 BPCL ജീവനക്കാർക്ക് പരിക്കേറ്റു. BPCLന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ചാൻസലർക്കെതിരായ SFI പ്രതിഷേധത്തിൽ യുദ്ധക്കളമായി കേരള സർവകലാശാല. സെനറ്റ് ഹാളിലേക്ക് പ്രവർത്തകർ ഇരച്ചുകയറി. VCയുടെ ചേംബറിലേക്ക് കടക്കാനുള്ള ശ്രമം തടഞ്ഞ പോലീസ്. സംഘർഷത്തിൽ 8 പോലീസുകാർക്കും 5 വിദ്യാർത്ഥികൾക്കും പരിക്ക്. കേരള സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധി. ഫയലുകൾ രജിസ്ട്രാർക്ക് അയക്കേണ്ടെന്ന് താൽക്കാലിക VC നിയമനം നിയമപരമല്ലെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിന് എതിരായ ചാൻസലറുടെ അപ്പീൽ ഹൈക്കോടതി വിധി പറയും തിങ്കളാഴ്ച. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ UDF അനുകൂല ജീവനക്കാരുടെ സംഘടനയും SFIയും തമ്മിൽ സംഘർഷം. വൈസ് ചാൻസലറുടെ പേഴ്സണൽ സ്റ്റാഫിനെ SFI പൂട്ടിയിട്ടതിനെതിരെ ജീവനക്കാർ നടത്തിയ പ്രകടനത്തിനു നേരെ SFI ആക്രമണം നടത്തിയെന്ന് പരാതി. 5 ജീവനക്കാർക്ക് പരിക്കേറ്റു. നിപ ജാഗ്രത തുടരുന്ന സംസ്ഥാനത്ത് 485 പേർ സമ്പർക്ക പട്ടികയിൽ. നിപ സ്ഥിരീകരിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ ചികിത്സയിൽ തുടരുന്നു. 26 പേർ ഹൈയസ്റ്റ് റിസ്ക് കാറ്റഗറിയിൽ നിരീക്ഷണത്തിൽ. ഹിന്ദു പിന്തുടർച്ചാവകാശത്തിൽ നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. പെൺകുട്ടികൾക്ക് പൂർവിക സ്വത്തിൽ തുല്യാവകാശം ലഭിക്കുക 2024 ഡിസംബർ 20 ശേഷം മരിച്ചവരുടെ സ്വത്തിൽ. തിരുവനന്തപുരത്ത് ഹോട്ടൽ ഉടമ മരിച്ച നിലയിൽ. മരിച്ചത് കേരള കഫേ സഹ ഉടമ ജസ്റ്റിൻ രാജ്. കൊലപാതകം എന്ന് സംശയം. 2 ഹോട്ടൽ തൊഴിലാളികൾ പിടിയിൽ. തമിഴ്നാട് ശിവഗംഗ കസ്റ്റഡി മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് മദ്രാസ് ഹൈക്കോടതി മധുരൈ ബെഞ്ചിന് സമർപ്പിച്ചു. സീൽ ചെയ്ത കവറിലാണ് റിപ്പോർട്ട്. കേസിൽ CBI അന്വേഷണം അടുത്ത മാസം 20-നുള്ളിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശം. ചാരവൃത്തിക്ക് പിടിയിലായ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനത്തിൽ വെട്ടിലായി BJP നേതാക്കളും. വന്ദേ ഭാരതിൽ V മുരളീധരനോടൊപ്പം ജ്യോതി മൽഹോത്ര സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ജ്യോതി മൽഹോത്ര വന്നത് താൻ വിളിച്ചിട്ടല്ലെന്ന് V മുരളീധരൻ. സ്കൂൾ സമയം മാറ്റത്തിൽ സമസ്ത പ്രക്ഷോഭത്തിലേക്ക്. മദ്രസ പഠനത്തിന് ഭീഷണിയാകുന്നതാണ് സർക്കാർ തീരുമാനമെന്ന് സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ്. വ്യാഴാഴ്ച കോഴിക്കോട് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തുമെന്നും സമസ്ത. ആരോഗ്യ മേഖലയിലെ വിവാദങ്ങളിൽ പ്രതിപക്ഷ നേതാവുമായി സംവാദത്തിന് തയ്യാറെന്ന് മന്ത്രി വീണ ജോർജ്. മുഖ്യമന്ത്രിയുമായി ചർച്ചയാകാമെന്ന് VD സതീശൻ. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. മന്ത്രി സജി ചെറിയാന്റെ സ്വകാര്യ ആശുപത്രി അനുകൂല പരാമർശത്തിൽ CPIM നേതൃത്വത്തിന് അതൃപ്തി. പ്രതിപക്ഷത്തിന് ആയുധം നൽകുന്ന അനാവശ്യ പ്രതികരണമെന്ന വിലയിരുത്തൽ. ആരോഗ്യ മേഖലയിലുള്ള സർക്കാർ അനാസ്ഥ ആരോപിച്ച് സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ്. മതവിദ്വേഷ പ്രസംഗത്തിൽ BJP നേതാവ് PC ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് സർക്കാർ. PC ജോർജ് നിരന്തരം ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കുകയാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരിക്കടത്ത് കേസിൽ പ്രതികൾ കസ്റ്റഡിയിൽ. പ്രതികളായ എഡിസൺ, അരുൺ തോമസ്, ഡിയോൾ എന്നിവരെ 4 ദിവസം നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കസ്റ്റഡിയിൽ വിട്ടു നൽകി.
ലഹരി കേസിൽ അറസ്റ്റിലായ തമിഴ് നടന്മാരായ ശ്രീകാന്തിനും കൃഷ്ണയ്ക്കും ജാമ്യം. അന്വേഷണം അവസാനിക്കും വരെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്ന ഉപാധിയോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. മെഡിക്കൽ കോളേജിലെ PG ഡോക്ടേഴ്സ് സമരത്തിലേക്ക്. പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ജൂനിയർ ഡോക്ടേഴ്സിന് പകരമായി പുതിയ ഡോക്ടേഴ്സിനെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അധ്യയന വർഷം ആരംഭിച്ച് 1 മാസം പൂർത്തിയായിട്ടും സംസ്ഥാനത്തെ അധ്യാപകർക്ക് സഹായി ബുക്ക് ലഭിച്ചില്ല. സ്കൂൾ സിലബസ് മാറിയ സാഹചര്യത്തിൽ ലഭ്യമാക്കേണ്ട ഹാൻഡ് ബുക്കിന്റെ പ്രിന്റിംഗ് പോലും ആരംഭിച്ചില്ല. വിഷയത്തെ സർക്കാർ ഗൗരവമായി കാണുന്നില്ലെന്ന് KPSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി PK അരവിന്ദൻ. ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയ്ക്ക് ഭാരതരത്ന നൽകണമെന്ന് ശുപാർശ. ടിബറ്റൻ വിഷയത്തിലെ MP-മാരുടെ സർവകക്ഷി ഫോറം കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. ഭാരതരത്ന നൽകണമെന്നാവശ്യപ്പെട്ട് ഒപ്പുശേഖരണവും തുടങ്ങി. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് 2 പേജുള്ള റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയത്തിന് കൈമാറിയത്. അപകടത്തെക്കുറിച്ച് പാർലമെന്റ് അക്കൌണ്ട്സ് കമ്മിറ്റിക്ക് മുന്നിൽ എയർ ഇന്ത്യ വിശദീകരണം നൽകി. പാർലമെന്റ് അക്കൌണ്ട്സ് കമ്മിറ്റി യോഗത്തിൽ അഹമ്മദാബാദ് വിമാനാപകടം ചർച്ചയായി. അപകടത്തിനിടയായ സാഹചര്യം വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ MP-മാർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. പ്രത്യേക ഓഡിറ്റ് വേണമെന്നും ആവശ്യം. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ പോലീസ് കണ്ടെടുത്ത അസ്ഥികൾ കുഞ്ഞുങ്ങളുടേതെന്ന് സ്ഥിരീകരണം. കേസിൽ പ്രതികളായ അനീഷയും ഭവിനും പോലീസ് കസ്റ്റഡിയിൽ തുടരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. VSന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ കുടുംബാംഗങ്ങളെ കൂടി പങ്കെടുപ്പിച്ച് ഇന്ന് വിശാലം മെഡിക്കൽ ബോർഡ് ചേർന്നു. സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരാൻ സാധ്യത. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് തടസ്സമില്ല. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതി രൂക്ഷം. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും നിരവധി പേരെ കാണാതായതായി റിപ്പോർട്ടുകൾ. മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇടുക്കിയിൽ ജീപ്പ് സവാരി നിരോധിച്ച ഉത്തരവ് 24-നോട് വിശദീകരിച്ച് ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിലാണ് അടിയന്തര നടപടി. 15 ദിവസത്തിനുള്ളിൽ ജീപ്പ് സഫാരിയും ഓഫ് റോഡ് ട്രക്കിംഗും പുനരാരംഭിക്കാൻ കഴിയുമെന്നും കളക്ടർ. എറണാകുളം വൈറ്റില പൊന്നുരുന്നിക്ക് സമീപം നിർത്തിയിട്ട കാറുകളുടെ ഗ്ലാസുകൾ തല്ലിപ്പൊട്ടിച്ചു. ഇന്നലെ രാത്രിയാണ് സംഭവം. റോഡരികിൽ പാർക്ക് ചെയ്ത 2 കാറുകളുടെ ചില്ലുകളാണ് തകർത്തത്. എറണാകുളം ചെങ്ങമനാട് നെടുവന്നൂരിൽ തെരുവ് നായയുടെ ആക്രമണം. തെരുവ് നായകൾ ആടിനെ കടിച്ചുകൊന്നു. നായകളെ ഓടിക്കാൻ ചെയ്യുന്ന ആൾക്ക് നേരെയും ആക്രമണം. കോഴിക്കോട് ജീപ്പിന് നേരെ കാട്ടാനയാക്രമണം. കക്കാടംപൊയിൽ തേനരുവിയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ജീപ്പ് കാട്ടാന കുത്തിമറിച്ചിട്ടു. കാട്ടാന വീട്ടുമുറ്റത്ത് എത്തിയതിന്റെ ദൃശ്യങ്ങളും പുറത്ത്. എറണാകുളം മുളന്തുരുത്തിയിൽ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് പെൺമയിൽ ചത്തു. ആരക്കുന്നം ജംഗ്ഷനിലാണ് സംഭവം. കൊല്ലം പള്ളിമുക്കിൽ കുട്ടിക്ക് നേരെ പാഞ്ഞെടുത്ത് തെരുവു നായകൾ. തലനാരിഴയ്ക്കാണ് കടിയേൽക്കാതെ കുട്ടികൾ രക്ഷപ്പെട്ടത്. മലപ്പുറം തലപ്പാറയിൽ അപകടത്തിൽപ്പെട്ട യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് വലിയപറമ്പ് സ്വദേശി മുഹമ്മദ് ഹാഷിർ. മൃതദേഹം കണ്ടെത്തിയത് അപകടമുണ്ടായ പാളത്തിന് സമീപത്തുള്ള തോട്ടിൽ നിന്ന്. മലപ്പുറം നിലമ്പൂരിൽ ബൈക്കിൽ കാറിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് നമ്പൂരിപ്പൊട്ടി സ്വദേശി അമീൻ അസ്ലാം. കാറോടിച്ച വണ്ടൂർ സ്വദേശി ഹാരിസിനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. തൃശൂർ വള്ളത്തോൾ നഗർ പഞ്ചായത്തിൽ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മരം മുറിച്ചു വിറ്റെന്ന് പരാതി. ഭൂമിയില്ലാത്തവർക്ക് നൽകുന്നതിന് ഇഷ്ടദാനമായി നൽകിയ ഭൂമിയിൽ നിന്ന് മരം മുറിച്ചു വിറ്റുവെന്നാണ് ആരോപണം. ബീഹാറിൽ വൻ പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ. സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 35% സംവരണം നൽകുമെന്ന് പ്രഖ്യാപനം. സിനിമകളുടെ ലാഭനഷ്ടക്കണക്ക് എല്ലാ മാസവും പുറത്തുവിടുമെന്ന തീരുമാനം പിൻവലിച്ച് നിർമ്മാതാക്കളുടെ സംഘടന. പുതിയ ഭരണസമിതി വന്നതിന് ശേഷം കണക്കുകൾ പുറത്തുവിട്ടാൽ മതിയെന്ന് പുതിയ തീരുമാനം. ജോലി വാഗ്ദാനം ചെയ്ത് സപ്ലൈകോയുടെ പേരിൽ വ്യാജ പരസ്യം. വിവിധ തസ്തികകളിൽ ജീവനക്കാരെ നേരിട്ട് നിയമിക്കുന്നതായി പ്രചരിപ്പിച്ചാണ് തട്ടിപ്പ്. തട്ടിപ്പിൽ വിശ്വസിക്കരുതെന്ന് ജനറൽ മാനേജർ ഫേസ്ബുക്കിലൂടെ മുന്നറിയിപ്പ് നൽകി. RCB ക്രിക്കറ്റ് താരം യാഷ് ദയാലിനെതിരെ പീഡന കേസ്.
വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതി. കേസെടുത്ത് ഗാസിയാബാദ് പോലീസ്. തൃശൂർ തീരത്ത് ഡോൾഫിനുകൾ ചത്തതിന് പിന്നിൽ കപ്പൽ അപകടമെന്ന സംശയം. തൃശൂർ തീരത്ത് ചത്തടിഞ്ഞത് 2 ഡോൾഫിനുകൾ. അന്വേഷണം തുടങ്ങി. തേനീച്ചക്കൂട്ടം കാരണം വിമാന സർവീസ് 1 മണിക്കൂർ വൈകി. സൂറത്ത് ജയ്പൂർ ഇൻഡിഗോ വിമാനമാണ് വൈകിയത്. കോഴിക്കോട് ബേപ്പൂർ ലോഡ്ജിലെ കൊലപാതകത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കൊലപാതകം ഉണ്ടായെന്ന് അറിയിച്ചിട്ടും സ്ഥലത്ത് എത്താതിരുന്നതിനാണ് നടപടി. ബേപ്പൂർ സ്റ്റേഷനിലെ ഗ്രേഡ് SI, CPO എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതി നൌഷാദ് ബംഗളൂരുവിൽ പിടിയിൽ. നൌഷാദിനെ പിടികൂടിയത് എമിഗ്രേഷൻ വിഭാഗം. കേരളത്തിൽ നിന്നുള്ള അന്വേഷണ സംഘം ബംഗളൂരുവിലെത്തി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും. വയനാട് മുത്തങ്ങ പൊൻകുഴിയിൽ ലഹരിവേട്ട. 132 ഗ്രാം മെത്താംഫെറ്റമിനുമായി കോഴിക്കോട് മുക്കം വലിയ പറമ്പ് സ്വദേശി AK അഫ്സൽ എക്സൈസിന്റെ പിടിയിൽ. കേരളത്തിലുള്ള കൂടുതൽ വാർത്തകൾ. പത്തനംതിട്ട കല്ലറക്കടവ്, പാറക്കടവ് ഭാഗങ്ങളിൽ തീരമിടിയുന്നു. വീടുകൾ അപകട ഭീഷണിയിൽ. ആലപ്പുഴ സർക്കാർ ആശുപത്രികളിലെ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളുടെ ബലപരിശോധന നടത്തുന്നു. പരിശോധനയിൽ തീരെ ബലമില്ലെന്ന് കണ്ടെത്തിയാൽ ആ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റും. ആലപ്പുഴ ചെറുതനയിൽ മാലിന്യവും ചെളിയും അടിഞ്ഞ് നീരൊഴുക്ക് നിലച്ച തോട് വൃത്തിയാക്കി. MP പാലം, കന്നുചാൽ, പുതുവൽ തോട്ടിലെ ചെളിയും മാലിന്യവുമാണ് നീക്കം ചെയ്തത്. ചങ്ങനാശ്ശേരി പെരുന്നയിൽ അസൗകര്യങ്ങളിൽ നട്ടം തിരിഞ്ഞ് 2ാം നമ്പർ ബസ് സ്റ്റാൻഡ്. യാത്രക്കാർക്കോ ബസ് ജീവനക്കാർക്കോ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ നഗരസഭ തയ്യാറാകുന്നില്ലെന്ന് പരാതി. ഹരിതകർമ്മസേനയുടെ മാലിന്യം തള്ളൽ കേന്ദ്രമായി ഇടുക്കി അരിക്കുഴയിലുള്ള യുവജനക്ഷേമ കേന്ദ്രം. 10 ലക്ഷം രൂപ മുടക്കി പണിത യുവജനക്ഷേമ കേന്ദ്രമാണ് മാലിന്യ കൂമ്പാരമായത്. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് 2021 നിർമ്മിച്ച കെട്ടിടം ഇതുവരെയും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് അഗ്നിരക്ഷാസേനയുടെ അനുമതിയില്ലാതെ. അനുമതിയുള്ള കെട്ടിടം തുറക്കാതെ അധികൃതർ. ഇടുക്കി എല്ലക്കൽ മുല്ലക്കാനം റോഡ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിൽ. യാത്ര ദുരിതമെന്ന് പ്രദേശവാസികൾ. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തനാനുമതി ഇല്ലാത്ത പ്രസവ വാർഡ് പ്രവർത്തിക്കുന്നതായി പരാതി. 20 കിടക്കകളോടുകൂടിയ പ്രസവ വാർഡാണ് പ്രവർത്തനാനുമതി ഇല്ലാതെയും പ്രവർത്തിക്കുന്നത്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വാർഡായ 1ാം നിലയുടെ കോൺക്രീറ്റ് അടർന്നു വീണിരുന്നു. തുറവൂർ അരൂർ ഉയരപ്പാതയുടെ ഭാഗമായി റോഡിന്റെ ഇരുഭാഗത്തും കാണ നിർമ്മാണം പുരോഗമിക്കുന്നു. സർവീസ് റോഡിന്റെ ശോച്യാവസ്ഥ മൂലം ദേശീയപാത അനുദിനം ഗതാഗത പ്രശ്നങ്ങളുടെയും അപകടങ്ങളുടെയും ദുരിതവീഥിയായി മാറുന്നു. എറണാകുളം പുത്തൻകുരിശ് പഞ്ചായത്ത് ജലാശയ നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പീങ്ങച്ചിറ നവീകരിച്ചു. 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചിറ നവീകരിച്ചത്. തൃശൂർ മാവിൻ ചുവടിൽ ഓട്ടു കമ്പനിയുടെ പുകക്കുഴൽ തകർന്നു വീണു. ഒഴിവായത് വൻ ദുരന്തം. 120 അടിയോളം ഉയരമുള്ള പുകക്കുഴലാണ് തകർന്നു വീണത്. കൊല്ലം ജില്ലാ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കൊട്ടാരക്കര ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് ഒഴിവ്. അഭിമുഖം ഈ മാസം 10-ന്. +2 കഴിഞ്ഞ 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. കൊല്ലം നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ഇലക്ട്രീഷ്യൻ കം പ്ലംബർ, റേഡിയോഗ്രാഫർ തസ്തികകളിലേക്ക് ഒഴിവ്. അഭിമുഖം ഈ മാസം 8-ന്. കൊല്ലം കോർപ്പറേഷനിൽ ഓൾഡ് മുനിസിപ്പൽ ഏരിയയിലേക്ക് 3 പാലിയേറ്റീവ് നഴ്സസിനെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 10-ന്. കൊല്ലം പാലത്തറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ക്ലീനിംഗ് സ്റ്റാഫിനെ നിയമിക്കുന്നു. കോർപ്പറേഷൻ പരിധിയിലുള്ളവർക്ക് മുൻഗണന. അഭിമുഖം ഈ മാസം 10-ന്. ആലപ്പുഴ IHRDയുടെ ഹ്രസ്വകാല കോഴ്സായ എബിസിസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. ഈ മാസം 9 മുതൽ 15 വരെയാണ് കോഴ്സ്. ആലപ്പുഴ ചെറിയ കലവൂരിലെ എസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നടത്തുന്ന സൗജന്യ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. തെറപ്പി ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് ഇൻ ടാലി പ്രൈം, സർട്ടിഫിക്കറ്റ് ഇൻ വെബ് ഡിസൈനിംഗ് എന്നിവയാണ് കോഴ്സുകൾ.
ആലപ്പുഴ രാമങ്കരി NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ് ഹിന്ദി ബോട്ടണി വിഷയങ്ങളിലേക്ക്. അഭിമുഖം ഈ മാസം 18-ന്. ആലപ്പുഴ തലവടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ കായിക അധ്യാപകന്റെ ഒഴിവ്. അഭിമുഖം ഈ മാസം 10-ന്. കോട്ടയം കുമാരനെല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 9-ന്. ദേശീയ വാർത്തകൾ. മുംബൈയിലെ അന്ധേരിയിൽ മദ്യപിച്ച് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനാ പ്രവർത്തകന്റെ പരാക്രമം. മദ്യപിച്ച് കാർ ഓടിക്കുകയും മറ്റൊരു വാഹനത്തിൽ ഇടിക്കുകയും ചെയ്തു. ചോദ്യം ചെയ്ത സ്ത്രീയെ അസഭ്യം പറഞ്ഞു. ബീഹാറിലെ BJP നേതാവ് ഗോപാൽ ഖേംകയെ വെടിവെച്ചു കൊലപ്പെടുത്തിയ കേസിൽ കൂട്ടുപ്രതി പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. തമിഴ്നാട്ടിലെ സെമ്മൻകുപ്പത്ത് സ്കൂൾ ബസ് ട്രെയിനിലിടിച്ച് 5 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചവരിൽ 3 പേർ കുട്ടികൾ. 10-ലേറെ പേർക്ക് പരിക്ക്. അപകടമുണ്ടായത് ഗേറ്റ് കീപ്പർ ഗേറ്റ് അടയ്ക്കാത്തതിനെ തുടർന്ന്. രാജ്യത്തെ 40 മെഡിക്കൽ കോളേജുകളിൽ CBI റെയ്ഡ്. മെഡിക്കൽ കോളേജുകൾക്കും ഫാർമസി കോളേജുകൾക്കും അംഗീകാരം നൽകുന്നതിൽ ക്രമക്കേട് നടന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. 1300 കോടി രൂപയുടെ അഴിമതി നടന്നതായി CBIയുടെ കണ്ടെത്തൽ. പഞ്ചാബിൽ വ്യവസായി വെടിയേറ്റ് മരിച്ചു. വെടിയുതിർത്തത് ബൈക്കിലെത്തിയ 3-അംഗ അജ്ഞാത സംഘം. മഹാരാഷ്ട്രയിലെ നന്ദേഡിൽ 1 മാസം മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് തകർന്നു. നാട്ടുകാർ കൈകൊണ്ട് ടാർ ഇളക്കി മാറ്റി. റോഡ് നിർമ്മാണത്തിൽ വൻ അഴിമതി നടന്നുവെന്ന് സൂചന. രാജ്യാന്തര വാർത്തകൾ. ചെങ്കടലിൽ വാണിജ്യ കപ്പൽ ആക്രമിച്ച് ഹൂത്തികൾ. 3 ഹൂത്തി തുറമുഖങ്ങളും പവർ പ്ലാന്റും ആക്രമിച്ച് ഇസ്രായേൽ. ട്രംപിന് നൊബേൽ സമാധാന സമ്മാനം നൽകണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ. അമേരിക്കയിലെ ഗ്രീൻ കൗണ്ടിയിൽ വാഹനാപകടത്തിൽ 4-അംഗ ഇന്ത്യൻ കുടുംബത്തിന് ദാരുണാന്ത്യം. അപകടമുണ്ടായത് കുടുംബം സഞ്ചരിച്ച കാറിൽ ട്രക്കിടിച്ച്. ഹൈദരാബാദിൽ നിന്നുള്ള കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. ദോഹയിലെ വെടിനിർത്തൽ ചർച്ചകൾക്കിടെ വൈറ്റ് ഹൌസിൽ ട്രംപ് നെതന്യാഹു നിർണായക കൂടിക്കാഴ്ച. ഗസയിൽ നിന്ന് ഒഴിയാൻ ആഗ്രഹിക്കുന്ന പലസ്തീനികൾക്ക് അതിനുള്ള അവസരമുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ടെക്സസ് മിന്നൽ പ്രളയത്തിൽ 104 പേർ മരിച്ചെന്ന് സ്ഥിരീകരണം. മിസ്റ്റി ക്യാമ്പിൽ ഉണ്ടായിരുന്ന 27 പേർ മരിച്ചു. 11 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ടെക്സസിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. റഷ്യയുടെ മുൻ ഗതാഗത മന്ത്രി റോമൻ സ്റ്റാരോവോയ്റ്റ് മരിച്ച നിലയിൽ. 2024 മെയ് മാസത്തിലാണ് സ്റ്റാരോവോയ്റ്റ് ഗതാഗത മന്ത്രിയായി നിയമിതനായത്. 6 വർഷത്തോളം ക്രുക്സ് മേഖലയുടെ ഗവർണറായിരുന്നു. ബിസിനസ് ന്യൂസ്. സെബിയുടെ വിപണി തിരിമറി ആരോപണങ്ങൾ നേരിടാൻ ജെയിൻ സ്ട്രീറ്റ്. നിയന്ത്രിതാവിന്റെ ആരോപണങ്ങളിൽ നിരാശയുണ്ടെന്ന് ജീവനക്കാർക്ക് അയച്ച ഇമെയിലിൽ കമ്പനി. പോയ വാരമാണ് ഇന്ത്യൻ വിപണികളിൽ കൃത്രിമത്വം നടത്തിയെന്നാരോപിച്ച് സെബി സ്ഥാപനത്തെ വിലക്കിയത്. അമേരിക്കയുടെ വ്യാപാര നിയന്ത്രണങ്ങൾക്കിടെ പുതുവിപണികൾ തേടാൻ ഇന്ത്യ. വ്യാപാര മേഖലയിൽ വിവിധ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പരാമർശം ബ്രിക്സ് ഉച്ചകോടിയിലെ ധനമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും സമ്മേളനത്തിൽ. ടാരിഫ് അനിശ്ചിതത്വങ്ങൾക്കിടെ സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി. പവന് 400 രൂപയാണ് ഇന്ന് കൂടിയത്. ഗ്രാമിന് 9,060 രൂപയും പവന് 72,480 രൂപയുമാണ് ഇന്നത്തെ വില. ഓഹരി വിറ്റഴിക്കലിനൊരുങ്ങി രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ. നിർദ്ദേശങ്ങൾ നൽകാനുള്ള അംഗങ്ങളെ സർക്കാർ പാനൽ തീരുമാനിക്കും. വിൽക്കുന്നത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയുടെ ഓഹരികൾ. ജൂണിൽ വാഹന വിൽപ്പനയിൽ 4.84% വളർച്ച. പാസഞ്ചർ വെഹിക്കിൾ വിൽപ്പനയിൽ 2.45% വർധന. സ്പോർട്സ് ന്യൂസ്. ബംഗ്ലാദേശിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ശ്രീലങ്കൻ ടീമിനെ പ്രഖ്യാപിച്ചു. ചരിത് അസലങ്ക നായകനാകുന്ന 17-അംഗ ടീമിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂലൈ 10-ന് ശ്രീലങ്കയിലാണ് പരമ്പരയിലെ ആദ്യ T20 മത്സരം. ഇന്ത്യയുടെ യുവ പ്രതിരോധ താരം സുമിത് ശർമ്മയെ സ്വന്തമാക്കി കേരള ബ്ലാസ്റ്റേഴ്സ്. സുമിത്തുമായി 3 വർഷത്തെ കരാറിലാണ് ക്ലബ്ബ് ഒപ്പുവെച്ചത്.
സിംബാബ്വേക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ന്യൂസിലാൻഡ് ടീമിനെ പ്രഖ്യാപിച്ചു. സൂപ്പർ താരം കെയ്ൻ വില്യംസൺ, പേസർ കൈൽ ജാമിസൺ, ഓൾറൗണ്ടർ മിച്ചൽ ബ്രൈസ്വെൽ എന്നിവരില്ലാതെയാണ് ന്യൂസിലാൻഡ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാണാം കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. ബാറ്റിൽ ഓഫ് ഗൽവാൻ ചിത്രത്തിന്റെ ചിത്രീകരണം ഓഗസ്റ്റിൽ ആരംഭിക്കും. ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് സൽമാൻ ഖാൻ. 2020 ലഡാക്കിലെ ഗാൽവൻ താഴ്വരയിൽ നടന്ന ഇന്ത്യ ചൈന സൈനിക സംഘർഷങ്ങളെ ആസ്പദമാക്കിയാണ് ചിത്രം. വിജയ് ദേവരകൊണ്ട ചിത്രം കിങ്ഡത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ആക്ഷൻ ഡ്രാമ ചിത്രമാണ് കിങ്ഡം. രൺവീർ സിംഗ് നായകനായി എത്തുന്ന മാസ് ആക്ഷൻ ത്രില്ലർ ചിത്രം ധുരന്തറിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ആൻമേരിയ കലിപ്പിലാണ് ചിത്രത്തിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ സാറ അർജുനാണ് രൺവീറിന്റെ നായിക. 22 വർഷങ്ങൾക്ക് ശേഷം കാളിദാസും ജയറാമും ഒന്നിക്കുന്നു. ആശകളായിരം എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്ത്. അരവിന്ദ് രാജേന്ദ്രനും ജൂഡ് ആന്റണി ജോസഫുമാണ് ആശകളായിരത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ആമിർ ഖാൻ പുതിയ സിനിമയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ 50% ഗസയ്ക്ക് നൽകിയെന്ന തരത്തിൽ വാർത്ത പ്രചരിക്കുന്നു. വാർത്ത നിഷേധിച്ച് ആമിർ ഖാൻ. ലേറ്റസ്റ്റ് ന്യൂസ്. വനം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി മിൻഹാജ് ആലത്തെ നിയമിച്ചു. മൃഗസംരക്ഷണം, ക്ഷീരവികസനം, മൃഗശാല എന്നിവയുടെ അധിക ചുമതലയും നൽകി. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്ന് മടങ്ങിയെത്തിയ സാഹചര്യത്തിലാണ് നിയമനം. കോഴിക്കോട് വടകര മണിയൂരിൽ ഡോക്ടർക്ക് നേരെ ആക്രമണം. 6 അംഗ സംഘം ആക്രമിച്ചത് അട്ടക്കുണ്ട് കടവിലെ ക്ലിനിക്കിലെ ഡോക്ടർ ഗോപു കൃഷ്ണനെ. 2 നഴ്സസിനും പരിക്ക്. തമിഴ്നാട് നീലഗിരി കൂനൂരിൽ വീണ്ടും കരടിയിറങ്ങി. ദേവർഷോല വിനായക ക്ഷേത്രത്തിനടുത്താണ് കരടിയെ കണ്ടത്. മഹാരാഷ്ട്രയിൽ റീൽ ചിത്രീകരിക്കുന്നതിനിടെ റെയിൽവേ ലൈനിൽ നിന്ന് വിദ്യാർത്ഥിക്ക് പൊള്ളലേറ്റു. ട്രെയിനിന് മുകളിൽ കയറി റീൽ ചിത്രീകരിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. തൃശൂർ സമ്പാളൂർ ഞറളക്കടവ് പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയയാളെ ഇനിയും കണ്ടെത്താനായില്ല. പുത്തൻചിറ ഉല്ലാസ് നഗർ സ്വദേശി സുഗതനാണ് ചാടിയതെന്നാണ് പ്രാഥമിക നിഗമനം. ഇപ്പോൾ കിട്ടിയ വാർത്ത. ഇന്ത്യയിൽ റിസർച്ച് സെന്റർ സ്ഥാപിച്ച് വൈഫൈ ഉപകരണ ബ്രാൻഡായ TP Link. മുംബൈയിലാണ് TP Link പുതിയ ഓഫീസ് തുടങ്ങിയത്. ഇറ്റലിയിലെ മിലാനിൽ ടേക്ക് ഓഫിനിടെ റൺവേയിൽ പ്രവേശിച്ച യുവാവ് വിമാനത്തിന്റെ എഞ്ചിനിൽ കുടുങ്ങി മരിച്ചു. അപകടം ബെർഗാമോ വിമാനത്താവളത്തിൽ. അപകടത്തെ തുടർന്ന് 2 മണിക്കൂറോളം വിമാന ഗതാഗതം തടസ്സപ്പെട്ടു. കണ്ണൂർ സർവകലാശാല മാർച്ചിലെ സംഘർഷത്തിൽ SFI നേതാക്കൾ റിമാൻഡിലായത് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ 4 പേർ. കേസ് പൊതുമുതൽ നശിപ്പിച്ചതിന്. ന്യൂസ് പൂർത്തിയാവുന്നു.